പൊതുഗതാഗതം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ഇ-ബസ് സേവാ പദ്ധതി നടപ്പാക്കാൻ ബീഹാറും പഞ്ചാബും അടക്കം 10 സംസ്ഥാനങ്ങൾ ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ മുഖം തിരിക്കുന്ന കേരളത്തിന് കനത്ത തിരിച്ചടി. ഗതാഗത വകുപ്പ് അനുമതി നൽകിയിട്ടും ധനവകുപ്പ് ഉടക്കിട്ടതോടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 950 ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. കേരളത്തിലെ നഗരങ്ങളിൽ സർവീസ് നടത്താൻ പ്രധാനമന്ത്രി ഇ-ബസ് സേവാ പദ്ധതി പ്രകാരം കേന്ദ്രം അനുവദിച്ച 950 ബസ്സുകൾ സ്വീകരിക്കാൻ സമ്മതം അറിയിച്ച് ഗതാഗത വകുപ്പ് ഒക്ടോബർ 4-നാണ് കത്തയച്ചത്. തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ധനവകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് നടപടിയൊന്നുമുണ്ടാകാത്തതിനാൽ ഡിസംബർ 14-ന് നടന്ന ടെൻഡർ നടപടികളിൽ കേരളം ഇടം പിടിച്ചില്ല. പദ്ധതി പ്രകാരം ബസ്സുകൾ നേടുന്നതിന് ധനവകുപ്പ് പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം ഒരുക്കാത്തതാണ് തിരിച്ചടിയാകുന്നത്. ബീഹാർ, കർണാടക, ഗുജറാത്ത്, ഹരിയാന, ജമ്മു കശ്മീർ, മഹാരാഷ്ട്ര, മേഘാലയ, ഒഡീഷ, പുതുച്ചേരി, പഞ്ചാബ് എന്നിവിടങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ കരാർ ക്ഷണിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കേരളത്തിലെ 10 നഗരങ്ങൾ കേന്ദ്രത്തിന്റെ മുൻഗണന പട്ടികയിലുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പിന്നോട്ട് നിന്നതാണ് തിരിച്ചടിയായത്. മൊത്തം 169 നഗരങ്ങളുടെ പട്ടികയാണ് നഗരകാര്യ മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ കേരളത്തിനും ഇ-ബസ്സുകൾ ലഭിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ധനവകുപ്പ് വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നതാണ് തിരിച്ചടിയായത്. ധനവകുപ്പ് ഇതിനായി പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം ഒരുക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ ഗ്യാരണ്ടിയാണത്. ഇതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് 83 കോടിയുടെ കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കണം. അതിൽ 48 കോടി സംസ്ഥാന വിഹിതമാണ്. ബസ്സുകൾ നൽകുന്ന കമ്പനിക്ക് വാടക വിഹിതം കൃത്യമായി നൽകുന്നതിനും വൈദ്യുതി മുടങ്ങാതെ ലഭ്യമാകുന്നതിനും സർക്കാർ ഗ്യാരണ്ടി ഉറപ്പാക്കാനാണ് കോർപ്പസ് ഫണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ച മറ്റ് സംസ്ഥാനങ്ങൾ 3975 ബസ്സുകൾ നേടി. കർണാടക 795 ബസ്സുകളാണ് ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടമായി 350 എണ്ണം അനുവദിച്ചു. രാജ്യത്ത് 10,000 ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കുന്ന പ്രധാനമന്ത്രി ഇ-ബസ് സേവാ പദ്ധതി തിരഞ്ഞെടുപ്പിൽ BJP ആയുധമാക്കുമെന്ന് കരുതി ആദ്യം സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചിരുന്നു. കേന്ദ്രം വാടകയ്ക്ക് അനുവദിച്ച 950 ഇ-ബസ്സുകളിൽ കേരളം താൽപര്യം പ്രകടിപ്പിക്കാത്തത് വാർത്തയായതോടെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു ഇടപെട്ട് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. KSRTCക്ക് ഇ-ബസ്സുകൾ ലഭിച്ചാൽ ഡീസൽ ചെലവിനത്തിൽ പ്രതിമാസം 25 കോടി ലാഭിക്കാം. ഒറ്റ ചാർജിങ്ങിൽ 350 കിലോമീറ്റർ വരെ ഇ-ബസ്സുകൾ ഓടിക്കാം. കിലോമീറ്ററിന് 54 രൂപ വാടക, 22 രൂപ കേന്ദ്രം നൽകും. ഡ്രൈവറെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ബസ് നൽകുന്ന സ്വകാര്യ കമ്പനിയാണ്. ചാർജിംഗ് നികുതി, ഇൻഷുറൻസ് ചെലവുകളും വഹിക്കും. കണ്ടക്ടറെ നിയമിച്ച് ശമ്പളം നൽകേണ്ടത് KSRTCയാണ്. കിലോമീറ്ററിന് 8 രൂപയാണ് കണ്ടക്ടറുടെ വേതനം. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ധനവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിച്ചാൽ KSRTCക്ക് നേട്ടമാകും. കേന്ദ്രത്തിന്റെ സഹായത്തോടെയുള്ള പദ്ധതികൾ കേന്ദ്രത്തിന്റെ കൂടെ ബ്രാൻഡിംഗ് വേണമെന്ന വ്യവസ്ഥയിൽ തട്ടി കേരളത്തിന് കിട്ടേണ്ട ഇലക്ട്രിക് ബസ്സുകൾ തിരിച്ചു പോകുമോ എന്നാണ് നിലവിലെ ആശങ്ക. സംസ്ഥാനത്തെ 10 നഗരങ്ങളിലേക്ക് 950 ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുന്ന PM ഇ-ബസ് സേവാ പദ്ധതി കൈച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത സ്ഥിതിയിലാണ് ഗതാഗത വകുപ്പ്. കേരളം തുടർ നടപടികളിൽ തീരുമാനമെടുക്കാതെയും കേന്ദ്ര സർക്കാരിന് മറുപടി നൽകാൻ വൈകുകയും ചെയ്താൽ പ്രധാനമന്ത്രി ഇ-ബസ് സേവാ പദ്ധതി പ്രകാരമുള്ള ബസ്സുകൾ കേരളത്തിലേക്ക് എത്താൻ വൈകും. പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന 10,000 ബസ്സുകളിൽ 4,000 എണ്ണത്തിനായി വിവിധ സംസ്ഥാന സർക്കാരുകൾ ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു. അവയുടെ ടെൻഡർ നടപടികളും പൂർത്തിയായി. എന്നാൽ ധനവകുപ്പ് ഇതുവരെ കൃത്യമായൊരു മറുപടി നൽകാത്തതിനാൽ സംസ്ഥാന ഗതാഗത വകുപ്പിന് കേരളത്തിന്റെ തീരുമാനം അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് കേരളത്തിന് തിരിച്ചടിയാകുന്നത്.